വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തകർക്കുകയും ക്ഷേത്രത്തിനകത്തെ സാധന സാമഗ്രികൾ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കള്ളനെ പോലീസ് കൈയോടെ പിടികൂടി. പൊഴിയൂർ സ്വദേശിയായ അഭിൻ എന്ന 22 വയസ്സുകാരനെയാണ് പോലീസ് കൈയോടെ പിടികൂടിയത്. ഇയാളെ പോലീസ് കൈയോടെ പിടികൂടാൻ ഒരു രസകരമായ ഒരു കാരണം കൂടിയുണ്ട്. സംഭവം എന്താണ് എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിലെ കുഞ്ചാലമൂടിലെ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ വേണ്ടി അഭിൻ കയറുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തകർത്തതിന് ശേഷം ക്ഷേത്രത്തിനകത്ത് കയറി ക്ഷേത്രത്തിലുള്ള വിളക്കുകളും മറ്റ് സാമഗ്രികളുമൊക്കെ മോഷ്ടിച്ച വാഹനത്തിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. എങ്ങനെയാണ് പോലീസ് പിടികൂടിയത് എന്നല്ലേ? ഇദ്ദേഹം ഇത്തരത്തിൽ മോഷണം നടത്തുന്നതിനിടയിൽ ഈ ക്ഷേത്രത്തിൽ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. ഈ CCTV ക്യാമറ ഉണ്ടായിരുന്ന കാര്യം കള്ളനായ അഭിൻ അറിഞ്ഞതുമില്ല. എന്നാൽ ഈ CCTVയുടെ ആക്സസ് ഗൾഫിലുള്ള ഒരു യുവാവിന്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് ഈ CCTVയിലെ ദൃശ്യങ്ങൾ ഗൾഫിലുള്ള ഈ യുവാവിന് പരിശോധിക്കാൻ പറ്റും. ഇത്തരത്തിൽ ഗൾഫിലുള്ള യുവാവ് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിലാണ് ക്ഷേത്രത്തിൽ കള്ളൻ കയറിയ കാര്യം ഇയാൾ അറിയുന്നത്. ഉടനെ തന്നെ ഗൾഫിലിരുന്ന് CCTV ദൃശ്യങ്ങളിലൂടെ മോഷണ ദൃശ്യങ്ങൾ ലൈവായി കണ്ട ഇയാൾ തുമ്പ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് ഉടനെ പാഞ്ഞെത്തി കള്ളനായ അഭിനെ കൈയോടെ പിടികൂടുകയായിരുന്നു. ഏതായാലും ഈ CCTV ക്യാമറ കാരണം ഒരു കള്ളനെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്. ഈ CCTV ക്യാമറ കൃത്യമായ സമയത്ത് തന്നെ വീക്ഷിക്കാൻ ഇയാൾക്കായതുകൊണ്ട് ഈ കള്ളനെ കൃത്യമായി പിടികൂടാൻ പോലീസിനും സാധിച്ചിട്ടുണ്ട്. അതെല്ലാം മറിച്ചായിരുന്നുവെങ്കിൽ ഈ മോഷണത്തിന്റെ പേരിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നാട്ടിൽ നിലനിൽക്കുകയും ചെയ്തേനെ. ഏതായാലും കള്ളനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നിരവധി മോഷണ കേസിലെ പ്രതി കൂടിയാണ് ഈ അഭിൻ എന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.